ഇന്ന് നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഒരു പ്രത്യേക വിജയഗാഥയിലാണ്. ഡയറക്റ്റ് സെല്ലിംഗ് ലോകത്തെക്കുറിച്ചും പിന്നെ അതിലൂടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തിയെന്ന് അവകാശപ്പെടുന്ന ഒരു ദമ്പതികളെക്കുറിച്ചുമാണ് നമ്മൾ കൂടുതലായി മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. ഇതില് മഹേശ്വരം ശ്രീനിവാസാചാരി, അദ്ദേഹത്തിന്റെ ഭാര്യ ശ്രീരാമദാസു സ്രാവന്തി. ഇവർ വെസ്റ്റീജ് എന്ന ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനിയിലൂടെയുള്ള അവരുടെ ജീവിതയാത്രയെക്കുറിച്ച് സംസാരിക്കുന്നു. അതിലെ പ്രധാന ആശയങ്ങള്, അവരുടെ അനുഭവങ്ങള്, അതൊക്കെ നമുക്കിവിടെ വിശദമായിട്ടൊന്ന് നോക്കാം. തീർച്ചയായും. അപ്പോൾ ഈ ഒരു വിവരണത്തിൽ നിന്ന് നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ മനസ്സിലാക്കാം, അല്ലെങ്കിൽ എന്തൊക്കെ ഉൾക്കാഴ്ചകൾ നേടാൻ കഴിയും? സാമ്പത്തിക ഭദ്രതയ്ക്ക് വേണ്ടി ഒരാൾ നടത്തുന്നൊരു അന്വേഷണം, ജീവിതത്തിലെ ചില പ്രതിസന്ധികൾ, അതിനെയൊക്കെ നേരിടാനുള്ള ശ്രമം, പിന്നെ സ്വന്തം സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ കണ്ടെത്തിയെന്ന് അവർ വിശ്വസിക്കുന്ന ഒരു വഴി. ഇതൊക്കെയാണ് ഈ വിവരങ്ങൾ നമ്മളോട് പറയുന്നത്. ഇതിൽ നിന്നും ഒരു പക്ഷേ നിങ്ങൾക്ക് പ്രചോദനമായേക്കാവുന്ന ചില കാര്യങ്ങളുണ്ടാവാം, അല്ലെങ്കിൽ കൂടുതൽ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന ചില ഘടകങ്ങൾ. അതെന്തൊക്കെയാണെന്ന് നമുക്ക് ഒരുമിച്ച് കണ്ടെത്താം. തീർച്ചയായും. ഇതൊരു വെറും ബിസിനസ് വിജയകഥ എന്നതിനപ്പുറം ശരിക്കും പറഞ്ഞാൽ വ്യക്തിപരമായ ലക്ഷ്യങ്ങൾ അതെത്രത്തോളം ശക്തമായൊരു പ്രേരകശക്തിയാകാം, അതുപോലെ കുടുംബത്തിന്റെ പിന്തുണയുടെ പ്രാധാന്യം, പിന്നെ ശരിയായതെന്ന് നമ്മൾ കരുതുന്ന ഒരു അവസരം ജീവിതത്തിൽ എന്തു മാറ്റങ്ങൾ കൊണ്ടുവരും എന്നതിനെക്കുറിച്ചെല്ലാം ഈ വിവരണം നമ്മോട് സംസാരിക്കുന്നുണ്ട്. വെസ്റ്റീജ് എന്ന ആ പ്ലാറ്റ്ഫോമും പിന്നെ ഈ വിന്നിംഗ് ടീം എന്ന സപ്പോർട്ട് സിസ്റ്റവും, അത് രണ്ടും ചേർന്നപ്പോൾ അവരുടെ ലക്ഷ്യങ്ങളിലേക്കുള്ള യാത്ര എങ്ങനെയാണ് കൂടുതൽ ലളിതമായത്, വ്യക്തമായത് എന്നൊക്കെ ഈ വീഡിയോ പറയുന്നുണ്ട്. നമുക്കതൊന്ന് ശ്രദ്ധിക്കാം. അതെ, നമുക്ക് അപ്പം ശ്രീനിവാസാചാര്യയുടെ പശ്ചാത്തലത്തിൽ നിന്ന് തന്നെ തുടങ്ങാം, അല്ലേ? ഈ വീഡിയോയിൽ അദ്ദേഹം സ്വയം പറയുന്നത് ഒരു സ്വപ്നം കാണുന്ന വ്യക്തി, ഒരു ഡ്രീമർ എന്നാണ്. 3 തലമുറകളായിട്ട് സ്വർണ്ണപ്പണി ചെയ്തു വന്ന ഒരു കുടുംബം. അവിടെ നിന്നാണ് അദ്ദേഹത്തിന്റെ വരവ്. അതായത് മുത്തച്ഛൻ, അച്ഛൻ, പിന്നെ അദ്ദേഹവും. അതേ വഴിയിലായിരുന്നു തുടക്കത്തിൽ. എന്നാൽ അപ്രതീക്ഷിതമായിട്ട് അച്ഛന്റെ മരണം സംഭവിച്ചു. അതോടെ കുടുംബത്തിന്റെ ആ ഒരു വരുമാനം അത് നിന്നുപോയി. ആ ഒരു സാഹചര്യം അദ്ദേഹത്തെ ചെറുപ്പത്തിലെ തന്നെ ആഴത്തിൽ ചിന്തിപ്പിച്ചു എന്നാണ് അദ്ദേഹം ഈ വീഡിയോയിൽ പറയുന്നത്. മറ്റുള്ളവരുടെ മുന്നിൽ പോയിട്ട് സഹായത്തിന് കൈ നീട്ടേണ്ട ഒരു അവസ്ഥ, അത് തനിക്ക് ഒരിക്കലും വരരുത്. സ്വന്തമായി അധ്വാനിച്ച് സ്വന്തം കാലിൽ നിൽക്കണം. ഈ ഒരു ചിന്ത വളരെ ചെറുപ്പത്തിൽ, ഏതാണ്ട് ഒരു 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴേ മനസ്സിലുണ്ടായിരുന്നു എന്നും അദ്ദേഹം ഓർക്കുന്നുണ്ട്. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, സ്വയം പോക്കറ്റ് മണിക്ക് പോലും എന്തെങ്കിലും സ്വയം വഴി കണ്ടെത്തേണ്ടിയിരുന്നു എന്നും അദ്ദേഹം പറയുന്നു. അതെ, ആ ഒരു ജീവിതാനുഭവം അതാണ് പിന്നീടൊരു പുതിയ അവസരം തേടാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ച പ്രധാന ഘടകമെന്ന് ഈ വീഡിയോ സൂചിപ്പിക്കുന്നുണ്ട്. അവിടെയാണ് ഈ വെസ്റ്റേജ് എന്ന ഡയറക്റ്റ് സെല്ലിംഗ് അവസരം അദ്ദേഹത്തിന്റെ ജീവിതത്തിലേക്ക് വരുന്നത്. പക്ഷെ ഒരു കാര്യമുണ്ട്, തുടക്കത്തിൽ അദ്ദേഹത്തിന്റെ ഭാര്യ ശ്രാവന്തിക്ക് ഈ ബിസിനസ് ചെയ്യുന്നതിനോടത്ര താൽപ്പര്യമില്ലായിരുന്നുവെന്നും ശ്രീനിവാസൻ പറയുന്നുണ്ട് കേട്ടോ. ശരിയാണ്. ശ്രീനിവാസന്റെ വാക്കുകൾ നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് വെസ്റ്റീജിൽ നല്ല വിശ്വാസമുണ്ടായിരുന്നു. ആ വിശ്വാസം ഭാര്യ ശ്രാവന്തിക്കും അദ്ദേഹത്തിലുണ്ടായിരുന്നു. അതാണ് പ്രധാനം. ഭർത്താവ് വെസ്റ്റീജിന്റെ ഫുഡ് സപ്ലിമെന്റ്സ് ഉപയോഗിച്ചു, അതിൽ നല്ല ഫലം കണ്ടു എന്ന് ബോധ്യപ്പെട്ടു. അതോടെയാണ് ശ്രാവന്തിയുടെ ആ ഒരു മനോഭാവത്തിൽ മാറ്റം വന്നത് എന്ന് വീഡിയോ പറയുന്നു. പിന്നീട് 2020 ഓഗസ്റ്റ് മാസം 2-ന് അവരൊരു മീറ്റിംഗിൽ പങ്കെടുത്തു. അതൊരു വലിയ വഴിത്തിരിവായി മാറി എന്നാണ് പറയുന്നത്. അവിടെ സംസാരിച്ച ഒരാളുടെ വാക്കുകൾ ശ്രാവന്തിയെ വല്ലാതെ സ്വാധീനിച്ചു. അത് ഇങ്ങനെയായിരുന്നു: സ്വപ്നങ്ങളുള്ളവർ സംശയങ്ങൾ കാരണം അത് നഷ്ടപ്പെടുത്തരുത്. സംശയങ്ങൾ നിങ്ങളുടെ സ്വപ്നങ്ങളെ കൊല്ലാൻ അനുവദിക്കരുത്. ആ സംശയങ്ങളങ്ങ് മാറ്റിവെച്ച് മുന്നോട്ടു പോയാൽ നിങ്ങളുടെ സ്വപ്നങ്ങൾ തീർച്ചയായും യാഥാർത്ഥ്യമാകും. ഈയൊരു വാചകം അവരുടെ തീരുമാനത്തെ ഉറപ്പിച്ചു എന്ന് ശ്രാവന്തി പറയുന്നു. അതേസമയത്താണ് അവർക്ക് വ്യക്തിപരമായിട്ട് ചില വലിയ വെല്ലുവിളികളും നേരിടേണ്ടി വന്നത്. ഈ വീഡിയോ അത് വിശദീകരിക്കുന്നുണ്ട്. മുൻപൊരു ഗർഭം അലസിപ്പോയതിൻ്റെ ഒരു വിഷമമുണ്ടായിരുന്നു. അതിനിടയിൽ കോവിഡ് ലോക്ക്ഡൗൺ സമയത്ത് ശ്രാവന്തി വീണ്ടും ഗർഭിണിയായി. അപ്പോൾ ഏകദേശം 20 വർഷമായിട്ട് അറിയുന്ന അവരുടെ ഫാമിലി ഡോക്ടർമാർ പോലും ആ സാഹചര്യം വെച്ച് നോക്കിയിട്ട് ആശങ്ക പ്രകടിപ്പിച്ചു. ലോക്ക്ഡൗൺ കാലത്ത് ഗർഭം ധരിക്കുന്നത് അത്ര സുരക്ഷിതമല്ലല്ലോ. അതുകൊണ്ട് പലരും നിരുത്സാഹപ്പെടുത്തി. ഒരു ഘട്ടത്തിൽ ഇനിയൊരു 10-15 വർഷത്തേക്ക് കുട്ടികളുണ്ടാകാൻ സാധ്യതയില്ല എന്നുവരെ കേൾക്കേണ്ടി വന്നു എന്നും അവരോർക്കുന്നു. എന്നാൽ ഈ പ്രതിസന്ധികൾക്കിടയിലും അവരുടെ ലക്ഷ്യങ്ങൾ കൂടുതൽ വ്യക്തമാവുകയായിരുന്നു ശരിക്കും. അതെ, ആ ലക്ഷ്യങ്ങൾ വളരെ ക്ലിയർ ആയിരുന്നു എന്ന് വീഡിയോ പറയുന്നുണ്ട്.
കുഞ്ഞിനെ സുരക്ഷിതമായിട്ട് സ്വന്തം കാറിൽ തന്നെ ആശുപത്രിയിൽ നിന്ന് വീട്ടിലേക്ക് കൊണ്ടുവരണം. അതായിരുന്നു ശ്രീനിവാസന്റെ ഒരു സ്വപ്നം. അതുപോലെ ആരോഗ്യവാനായൊരു കുഞ്ഞിന് ജന്മം നൽകി ഭൂമിയിലേക്ക് കൊണ്ടുവരണം എന്നത് ശ്രാവന്തിയുടെയും ഉറച്ച ലക്ഷ്യമായി മാറി. നവംബർ മാസത്തോടെ ഈ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കണം. ആ ഒരു ചിന്ത അവരെ മുന്നോട്ട് നയിച്ചു. ഈ ഘട്ടത്തില് ചെറുപ്പത്തിൽ അച്ഛൻ പറഞ്ഞ ചില വാക്കുകൾ ശ്രീനിവാസന് ഒരു പ്രചോദനമായി എന്നും വീഡിയോയിൽ പറയുന്നുണ്ട്. സ്വന്തമായി അധ്വാനിക്കണം, ആ പണം കൊണ്ട് ആഗ്രഹങ്ങൾ നിറവേറ്റണമെന്ന ആ ഒരു പാഠം. ഈ ലക്ഷ്യങ്ങളും പിന്നെ നേരിട്ട പ്രതിസന്ധികളും ഇതെല്ലാം കൂടെ അവരെ ഒരുമിച്ച് ഒരു ശക്തമായ തീരുമാനത്തിലേക്ക് എത്തിച്ചു. വെസ്റ്റീജ് എന്ന നെറ്റ്വർക്ക് ബിസിനസ് അത് പൂർണ്ണമായിട്ട് ചെയ്യുക. ഈ യാത്രയിൽ അവർക്ക് കിട്ടിയ ഏറ്റവും വലിയ പിന്തുണയായിട്ട് വീഡിയോ എടുത്തു പറയുന്നത് വിന്നിംഗ് ടീമിൻ്റേതാണ്. വിന്നിംഗ് ടീം അവർക്കൊരു വ്യക്തമായ വഴി കാണിച്ചു കൊടുത്തു, ഒരു സിസ്റ്റം നൽകി. വെസ്റ്റീജിന്റെ അവസരവും വിന്നിംഗ് ടീമിന്റെ സിസ്റ്റവും അത് രണ്ടും ഒന്നിച്ചപ്പോൾ അതൊരു വളരെ ലളിതമായ സിമ്പിളായ ഒരു വിജയ ഫോർമുലയായി മാറി എന്നാണ് ഈ വീഡിയോയിൽ അവർ പറയുന്നത്. അതവർക്ക് വലിയൊരു കോൺഫിഡൻസ് കൊടുത്തു. വിന്നിംഗ് ടീം എന്ന് പറയുന്നത് ഈ സോഴ്സ് അനുസരിച്ച് വെസ്റ്റീജ് ഡിസ്ട്രിബ്യൂട്ടർമാർക്ക് ട്രെയിനിങ്, പ്രവർത്തന രീതികൾ, മോട്ടിവേഷൻ ഇതൊക്കെ കൊടുക്കുന്ന ഒരു ഇൻഡിപെൻഡന്റ് സപ്പോർട്ട് സിസ്റ്റമാണ്. അവരുടെ ആ വളർച്ചയുടെ വേഗതയാണ് പിന്നീട് വീഡിയോയിൽ പറയുന്നത്. അത് കേൾക്കുമ്പോൾ അതിശയം തോന്നും. 6 മാസത്തെ സമയം മനസ്സിൽ വെച്ചാണ് തുടങ്ങിയതെങ്കിലും വെറും 30 ദിവസം കൊണ്ട് അവർ ബ്രാഞ്ച് ഡയറക്ടർ എന്ന ആദ്യത്തെ ലെവൽ പൂർത്തിയാക്കി. സാധാരണ ഒരു 90 ദിവസമെങ്കിലും ലക്ഷ്യം വെക്കുന്ന ഒരു സ്ഥാനമാണത്. പിന്നീട് വെറും 54 ദിവസങ്ങൾക്കുള്ളിൽ സ്റ്റാർ ഡയറക്ടർ എന്ന പദവിയിലെത്തി. അത് കാർ ഫണ്ടിലേക്ക് യോഗ്യത കിട്ടുന്ന ഒരു ലെവലാണ്. അപ്പോൾ തന്നെ അവർ കാർ ബുക്ക് ചെയ്തു. 180 ദിവസം കൊണ്ട് നേടാൻ പ്ലാൻ ചെയ്ത കാര്യങ്ങൾ വെറും 145 ദിവസം കൊണ്ട് പൂർത്തിയാക്കി എന്നും വീഡിയോ പറയുന്നു. ഇത് കേൾക്കുമ്പോൾ വളരെ ലളിതമായിട്ട് എളുപ്പമായിട്ട് തോന്നുന്നില്ലേ? ഒരു സിസ്റ്റം ഫോളോ ചെയ്താൽ മാത്രം മതി എന്നൊരു സൂചനയാണ് ഈ വിവരണം തരുന്നത്. തീർച്ചയായും ഈ ലാളിത്യം, ആ ഒരു സിംപ്ലിസിറ്റിയാണ് വീഡിയോ പ്രധാനമായിട്ടും മുന്നോട്ട് വയ്ക്കുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട വേറൊരു പ്രധാന കാര്യം വെസ്റ്റീജ് നൽകുന്ന ആ വരുമാന സുരക്ഷിതത്വത്തില്, ഇൻകം സെക്യൂരിറ്റിയില് അവർക്കുള്ള ഒരു ഉറച്ച വിശ്വാസമാണ്. ശ്രീനിവാസൻ തന്റെ കുട്ടിക്കാലത്തെ അനുഭവമായിട്ട് ഇതിനെ കണക്ട് ചെയ്യുന്നുണ്ട്. അന്ന് സാമ്പത്തിക സുരക്ഷിതത്വം ഇല്ലാത്തതുകൊണ്ട് മറ്റുള്ളവരുടെ വീടുകളിൽ താമസിക്കേണ്ടി വന്ന ഒരു അനുഭവം അദ്ദേഹം പറയുന്നുണ്ട്. എന്നാൽ തന്റെ മക്കൾക്ക് ഒരിക്കലും അങ്ങനൊരു അവസ്ഥയുണ്ടാകരുത്. നാളെ തങ്ങൾക്കോ ശ്രാവന്തിക്കോ എന്തെങ്കിലും പറ്റിയാൽ പോലും മക്കൾക്ക് വരുമാന സുരക്ഷിതത്വം ഉണ്ടാകണം. അവരുടെ വിദ്യാഭ്യാസം, അവരുടെ സ്വപ്നങ്ങൾ അതൊക്കെ നടക്കണമെന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്നു. വെസ്റ്റീജും വിന്നിംഗ് ടീമും ഒരുമിക്കുമ്പോൾ എന്തും സാധ്യമാകും. ഈ സുരക്ഷിതത്വം ഉറപ്പാക്കാൻ കഴിയുമെന്നാണ് ഈ വീഡിയോയിലൂടെ അവർ പങ്കുവെക്കുന്ന ഒരു വിശ്വാസം. അതെ, വെസ്റ്റീജിലേക്ക് പൂർണ്ണമായിട്ട് വരാനുള്ള കാരണങ്ങള് ഭർത്താവിലുള്ള വിശ്വാസം, പിന്നെ പ്രോഡക്റ്റിലുള്ള വിശ്വാസം, അത് കഴിഞ്ഞ് ഈ പറയുന്ന വരുമാന സുരക്ഷിതത്വം. ഇതാണെന്ന് ശ്രാവന്തിയും ഈ വീഡിയോയിൽ എടുത്തു പറയുന്നുണ്ട്. ഇപ്പോൾ ശ്രീനിവാസ് വെസ്റ്റീജിലെ ഉയർന്ന ലെവലുകളിലൊന്നായ ഡബിൾ യൂണിവേഴ്സൽ ക്രൗൺ ഡയറക്ടർ DUCD എന്ന പദവിയിലെത്തിയിരിക്കുന്നു. വെസ്റ്റീജിലെ ആ റാങ്കിംഗ് സിസ്റ്റം വെച്ച് നോക്കുമ്പോൾ ഇത് വളരെ ഉയർന്ന ഒരു നേട്ടമാണ്. വെസ്റ്റീജ് പ്ലാറ്റ്ഫോമും വിന്നിംഗ് ടീമിന്റെ പിന്തുണയും ഇതുതന്നെയാണ് ഈ നേട്ടത്തിന് പിന്നിൽ എന്ന് അദ്ദേഹം വീണ്ടും പറയുന്നു. ഇപ്പോൾ തന്റെ വ്യക്തിപരമായ സ്വപ്നങ്ങൾ ഒരു പരിധിവരെ പൂർത്തീകരിച്ചു. ഇനി അടുത്ത ലക്ഷ്യം തന്റെ ടീമിലുള്ളവരുടെ, അതായത് തനിക്ക് താഴെ ഈ ബിസിനസ്സിൽ പ്രവർത്തിക്കുന്നവരുടെ ഡൗൺലൈൻ എന്ന് പറയും ഈ രംഗത്ത്, അവരുടെ സ്വപ്നങ്ങൾ പൂർത്തീകരിക്കുക എന്നതാണെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. തങ്ങളുടെ ടീമംഗങ്ങളെ വിജയിപ്പിക്കാൻ അവർ ഫുൾ ടൈം റെഡിയാണ്. അതിനായിട്ട് 24 മണിക്കൂറും വർഷത്തിൽ 365 ദിവസവും പ്രവർത്തിക്കാൻ തയ്യാറാണെന്നും അവർ ഈ വീഡിയോയിലൂടെ ഒരു ഉറപ്പു നൽകുന്നുണ്ട്. അവരുടെ വാക്കുകൾ ഇങ്ങനെയാണ്: വിജയിക്കാൻ നിങ്ങൾ, അതായത് ടീമംഗങ്ങൾ, തയ്യാറാണെങ്കിൽ നിങ്ങളെ വിജയിപ്പിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. അതിനായിട്ട് ഞങ്ങളുടെ ജീവൻ നൽകി പ്രവർത്തിക്കാനും ഞങ്ങൾ തയ്യാറാണ്. ഇത് കേൾക്കുമ്പോൾ വിജയിക്കാൻ തയ്യാറുള്ളവരെ ശരിക്കും കൈപിടിച്ചുയർത്താൻ, അവരെ വിജയിപ്പിക്കാൻ റെഡിയായിട്ടുള്ള ആളുകളുടെ സപ്പോർട്ടോടെ മുന്നോട്ടു പോകാൻ പറ്റുന്നൊരു സിമ്പിൾ വഴിയാണ് വീഡിയോ പറയുന്നതെന്ന് തോന്നാം. അപ്പോൾ ഈ വിവരങ്ങളെല്ലാം കൂടെ ചേർത്ത് വായിക്കുമ്പോൾ ഈ വീഡിയോ തരുന്ന ഒരു മെസ്സേജ് എന്താണ്? വ്യക്തമായൊരു ലക്ഷ്യബോധം വേണം, പിന്നെ വെസ്റ്റീജ് പോലൊരു ശരിയായ അവസരം കണ്ടെത്തണം, കാര്യങ്ങൾ ലളിതമാക്കുന്നൊരു സിസ്റ്റം, വിന്നിംഗ് ടീം പോലുള്ള ഒന്ന്, അതിനോടുള്ളൊരു പൂർണ്ണമായ ഡെഡിക്കേഷൻ. ഇതൊക്കെയുണ്ടെങ്കിൽ സാമ്പത്തിക സുരക്ഷിതത്വവും സ്വപ്നങ്ങൾ നേടുക എന്നതും വളരെ എളുപ്പത്തിൽ സാധ്യമാക്കാം. ഇതാണ് ശ്രീനിവാസന്റെയും ശ്രാവന്തിയുടെയും അനുഭവമായിട്ട് ഈ വീഡിയോ അവതരിപ്പിക്കുന്നത്.
വെസ്റ്റീജും വിന്നിംഗ് ടീമും ചേർന്നാൽ എന്തും സാധ്യമാണ് എന്നൊരു ഉറച്ച വിശ്വാസം അവരുടെ വാക്കുകളിൽ കാണാം. അതെ, വെസ്റ്റീജ് മുന്നോട്ട് വയ്ക്കുന്ന അവസരങ്ങൾ, പ്രത്യേകിച്ച് ഈ വരുമാന സുരക്ഷിതത്വം, പിന്നെ വ്യക്തിഗത വളർച്ചയ്ക്കുള്ള സാധ്യതകൾ, ഇതിനെക്കുറിച്ചാണ് ഈ അനുഭവം പ്രധാനമായിട്ടും സംസാരിക്കുന്നത്. വെറും 2 വർഷം കൊണ്ട് ഒരു വലിയ സ്വപ്നം, അതായത് തങ്ങളുടെ ഡൗൺലൈനിലുള്ളവരെ വിജയിപ്പിക്കുക എന്ന ലക്ഷ്യം അവർ പ്ലാൻ ചെയ്ത് കഴിഞ്ഞു എന്ന് പറയുന്നത് അവരുടെ ആ ഒരു കോൺഫിഡൻസ് ആണ് കാണിക്കുന്നത്. വിന്നിംഗ് ടീമിന്റെ സപ്പോർട്ടോടെ ഈ യാത്ര കൂടുതൽ ലളിതവും ചിട്ടയായതും വിജയകരവുമാക്കാം എന്നും അവർ അടിവരയിട്ട് പറയുന്നു. സംശയങ്ങൾക്ക് സ്ഥാനം കൊടുക്കാതെ ലക്ഷ്യത്തിൽ മാത്രം ഫോക്കസ് ചെയ്ത് തന്നിട്ടുള്ള സിസ്റ്റം അതേപടി ഫോളോ ചെയ്താൽ വിജയം ഉറപ്പാണെന്നാണ് അവരുടെ അനുഭവം പഠിപ്പിക്കുന്നതായി ഈ വീഡിയോ അവകാശപ്പെടുന്നത്. വരൂ, നമുക്കൊരുമിച്ച് സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാം. ആയിയെ മിൽക്കർ സപ്നോം കോ പൂരാ കരേം എന്ന ഹിന്ദി വാചകത്തോടെയാണ് ശ്രീനിവാസ് തന്റെ സംസാരം അവസാനിപ്പിക്കുന്നത്. ഇതൊരു ഓപ്പൺ ഇൻവിറ്റേഷനാണ്. ഒരുപക്ഷേ ഈ വിജയകരമായ ലളിതമായ യാത്രയുടെ ഭാഗമാകാൻ താൽപ്പര്യമുണ്ടെങ്കിൽ എന്ത് ചെയ്യണമെന്ന് നിങ്ങളിപ്പോൾ ആലോചിക്കുന്നുണ്ടാവാം. കാരണം സ്വന്തം സ്വപ്നങ്ങൾ മാത്രമല്ല, തങ്ങളോടൊപ്പം ചേരുന്ന ടീം അംഗങ്ങളുടെ സ്വപ്നങ്ങൾ കൂടെ പൂർത്തീകരിക്കാൻ തങ്ങൾ റെഡിയാണ്, കമ്മിറ്റഡാണ് എന്നാണവർ പറയുന്നത്. നിങ്ങളുടെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വെസ്റ്റീജും വിന്നിംഗ് ടീമും ചേർന്ന് നൽകുന്നതെന്ന് ഈ വീഡിയോ അവകാശപ്പെടുന്ന പോലത്തൊരവസരം, അത് നിങ്ങളുടെ സാമ്പത്തിക ലക്ഷ്യങ്ങളിലേക്കും വ്യക്തിപരമായ സ്വപ്നങ്ങളിലേക്കും ഒരു ലളിതമായ, വ്യക്തമായ വഴി തുറന്നു തരുമോ? ഇതിനെക്കുറിച്ച് കൂടുതൽ ആഴത്തിൽ അറിയാനും ഇതിലെ സാധ്യതകളെക്കുറിച്ച് ചിന്തിക്കാനും ഈ വിവരങ്ങൾ നിങ്ങളെ സഹായിക്കുമെന്ന് കരുതുന്നു. സ്വപ്നങ്ങളെ സംശയങ്ങൾ കൊണ്ട് ഇല്ലാതാക്കാതെ അവ യാഥാർത്ഥ്യമാക്കാനുള്ള വഴികളെക്കുറിച്ച്, പ്രത്യേകിച്ച് ഒരു സിസ്റ്റം തരുന്ന പിന്തുണയോടെയുള്ള വഴികളെക്കുറിച്ച് ആലോചിക്കാൻ ഒരുപക്ഷേ ഈ അനുഭവം ഒരു പ്രചോദനമായേക്കാം.